ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ് മാക്രോണി റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ എഗ് മാക്രോണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു സോസ് പാനിലേക്ക് ഒരല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മാക്രോണിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം മാത്രം എണ്ണയും കൂടി. അപ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പരസ്പരം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. അതിനുശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതൊന്ന് വെന്ത് കിട്ടിക്കോളും. നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ. നമ്മുടെ ഈ മാക്രോണി എല്ലാം ഒരു 3-4 മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതേ ചൂടോട് കൂടി തന്നെ ഇതൊരു അരിപ്പയിലേക്ക് മാറ്റണം. കംപ്ലീറ്റ് വെള്ളം ഇപ്പം തന്നെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. അല്ലാതെ ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വീണ്ടും ഒന്ന് വെന്ത് കുഴഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്നാൽ ശരി, ഞാനിതിപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് മറ്റൊരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരു 6 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരു സവാള എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഫ്ലെയിം എല്ലാം ഹൈയിൽ തന്നെ വെച്ചിട്ട് നമ്മളിതെല്ലാം ചെയ്തെടുത്താൽ മതിയാകും. വളരെ പെട്ടെന്ന് ചടപടയെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം ചെറിയ രീതിയിലൊന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. ഏകദേശം ഒരു 30-40 സെക്കൻഡ് വരെ മാത്രം മതി നമ്മളിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് ഇത് തിളച്ച് കിട്ടിക്കോളും. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി മസാലകളും കൂടി ചേർക്കാം. ഇതുപോലെ ഒരു 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മാക്രോണിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ മാക്രോണിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ടയും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം.
ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ മുട്ടയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ മസാലകൾക്കും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഫ്ലെയിം എല്ലാം ഒന്ന് ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഏകദേശം ഒരു 1-2 മിനിറ്റോളം മാത്രം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മാക്രോണിയിൽ നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണായിട്ട് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ മുട്ടയുടെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുട്ട കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വീണ്ടും കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കണ്ടു നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്ത് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണ്. ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടിയാണ്. മല്ലിയില ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ടേസ്റ്റി ആയിട്ട് തോന്നുന്നു അതിനേക്കാൾ ടേസ്റ്റിയായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട്. ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.